ഹലോ നമസ്കാരം. ഫാർമേഴ്സ് ഫ്രണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ മാസത്തെ കൃഷി രീതിയെക്കുറിച്ചാണ്. നമുക്കറിയാം, മാർച്ച് മാസം അവസാനം ആയപ്പോഴത്തേക്ക് 3-4 മഴയൊക്കെ നമുക്ക് ലഭിച്ചു. പക്ഷേ നമുക്ക് ചിമ്മിൻ്റെ എണ്ണം ഇപ്പോഴും കുറവാണ്. അതുപോലെ തന്നെ പുതുശരം അടിച്ചിട്ടുണ്ട്. കാ പിടിക്കുന്നത് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം നിയന്ത്രണ മാർഗ്ഗങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാ പിടിക്കുന്നതിൻ്റെ അകത്ത് വ്യത്യാസം വരുത്താനും ചിമ്പടിക്കുന്നതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ തോട്ടങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ചിമ്പടി വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു മൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ തട്ടമറച്ചിലായിട്ടും ഫിസേറിയായിട്ടും വേര് കേടുകളാണ്. അപ്പോൾ റൂട്ട് റോട്ട് അല്ലെങ്കിൽ വേരിൻ്റെ അറ്റം കരിഞ്ഞു പോവുക, അല്ലെങ്കിൽ വേരിൻ്റെ അറ്റം ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം അതിനെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തെങ്കിലേ നമുക്ക് ചിമ്പടിയിലേക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് തട്ടമറച്ചിലൊക്കെ കൂടുതലാണ്, അല്ലെങ്കിൽ ഫിസേറിയം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും കുറവായിട്ടുള്ളൊരു മിനിമൽ മാർഗ്ഗമാണ് നമുക്ക് ഹെക്സാകോണസോൾ 200 ml, കാർബൺ ഡാസിയം ഒരു 250 ഗ്രാം, പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഫോസ്ഫോണിക് ആസിഡ് അതൊരു 400 മില്ലി. അപ്പോൾ നമുക്ക് ഇത് ഒരു 200 ലിറ്റർ വെള്ളത്തിന് മിക്സ് ചെയ്ത് നമുക്ക് ചോട്ടിലൊരു 5-10 ലിറ്റർ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ വലിപ്പം അനുസരിച്ച്, അപ്പോൾ നമുക്ക് ഇതിന് ഫിസേറിയത്തിനും തട്ടമറച്ചിലിനൊക്കെ ഏകദേശം ഒരു മൈൽഡ് കണ്ടീഷൻസ് ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൺട്രോൾ കിട്ടും. അതിനുശേഷം വളങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പം നമ്മളിപ്പോൾ ഒരു ഏപ്രിൽ 1 അല്ലെങ്കിൽ 2 തീയതി ഈ റേഞ്ചിൽ നമ്മൾ ഈ ഫംഗിസൈഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഏപ്രിൽ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് മഴകൾ 2-3 മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുമ്മായം ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുമ്മായവും സൾഫറൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുമ്മായം സൾഫറും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് മണ്ണിൻ്റെ pH കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മണ്ണിൻ്റെ അസിഡിക് സ്വഭാവം മാറുന്നതോടുകൂടി തന്നെ വേരുണ്ടാവുകയും അതുവഴി ചിമ്പടിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പം ഈ തോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇവിടെ വേരടിക്കുന്നത് വളരെ കുറവാണ്. അപ്പം ചെറിയ ഈർപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വേരുകളെല്ലാം ഇൻഫെക്റ്റഡ് ആണ്. ഇപ്പോൾ അതായത് ഇതിൻ്റെ റൂട്ടിൻ്റെ ടിപ്പുകളൊക്കെ അരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ വേരുകൾ വളരെ കുറവാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പുതിയ വേരുകൾ ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അസിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇപ്പം നമുക്ക് 2-3 മഴയൊക്കെ ലഭിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുമ്മായ സൾഫറും ചെയ്തതിന് ശേഷം ഫംഗിസൈഡ് ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പം മണ്ണിൻ്റെ pH ആദ്യം ബാലൻസ് ചെയ്യുന്ന ആളാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു ഏരിയയിൽ ഈർപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കുമ്മായം സൾഫറും ചെയ്തതിന് ശേഷം ഒരു 7-10 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഫംഗിസൈഡുകൾ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഗുഡ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ചെടിയിൽ നമുക്ക് ചിമ്പുകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ഇത് കണ്ട ഇപ്പം തണ്ടുതോരപ്പൻ കുത്തിയിട്ടുണ്ട്. അപ്പം ഒരു 20-25 ദിവസം കൂടുമ്പോൾ നമുക്ക് മരുന്നടിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ ലാസ്റ്റ് അടിച്ച മരുന്നും ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആവാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ നമ്മളിതൊരു പുതിയൊരു ഫീൽഡ് കൺസൾട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്ത് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഈ കായിൽ നോക്കിക്കഴിഞ്ഞാൽ ചൊറിയുണ്ട്. അപ്പം പുതിയലോട്ട് വരുന്നതിൻ്റെ അത് ചെറിയ മാറ്റം കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഞ്ഞപ്പിഞ്ച് പൊഴിയുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഈ തോട്ടത്തിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ തോട്ടത്തിൽ കണ്ടു. അപ്പോൾ നമുക്കിവിടെ ബേസിക്കായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മണ്ണിൽ നിന്ന് തുടങ്ങുക. അപ്പം ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ തോട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളിവിടെ കുമ്മായവും സൾഫറൂടെ മിക്സ് ചെയ്ത് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഈർപ്പം ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈർപ്പം ഉള്ളതുകൊണ്ട് തന്നെ കുമ്മായ സൾഫർ നമ്മൾ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ടൊരു 10 അല്ലെങ്കിൽ 12 ദിവസം ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് റൂട്ട് റോട്ട് ആയതുകൊണ്ട് നമുക്ക് നോർമലി കാർബൺ ഡാസിയം ഹെക്സാകോണസോൾ പോലെ മുമ്പേ പറഞ്ഞ പോലെ ആ കോമ്പിനേഷൻസ് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. കാരണം കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. ഈ വേരിൻ്റെ കംപ്ലയിൻറ്റ് മാറിയതിന് ശേഷം വളം കലക്കി ഒഴിക്കാനാണ് നമ്മൾ ഈ ഫീൽഡിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ കർഷകരുടെയൊക്കെ തോട്ടങ്ങളിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം വേര് കേട് മാറ്റിയതിന് ശേഷം മാത്രം വളം കലക്കി ഒഴിക്കുക. ഇപ്പം നമുക്ക് ചിമ്പ് വളരെ കുറവാണ് എന്ന് പറഞ്ഞ് നമ്മളിപ്പം കുറേ വളങ്ങൾ കൊണ്ട് കലക്കി ഒഴിച്ചെന്ന് പറഞ്ഞാലും ചെടിക്ക് ഇത് എടുക്കാൻ പറ്റുന്നൊരു ഫോമിലായിരിക്കില്ല. കാരണം നമുക്ക് കൈ ഉണ്ടെങ്കിലല്ലേ ഭക്ഷണം കഴിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വേരുണ്ടെങ്കിൽ മാത്രമാണ് ചെടിക്ക് മണ്ണിൽ നിന്ന് വളങ്ങൾ വലിച്ചെടുക്കുന്നത് കൂടുതലായിട്ട് സാധിക്കത്തുള്ളൂ. തോട്ടങ്ങളിൽ വേരുകളിൽ കംപ്ലയിൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഡ്രഞ്ചിങ് കോമ്പിനേഷൻസ് ഒരു 3-4 ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് CN മൾട്ടിക്ക് ഹ്യൂമിക്ക് നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ചിമ്പുണ്ടാകാൻ വേണ്ടി. ഇപ്പോൾ CN ഒരു 2 കിലോ, മൾട്ടിക്ക് ഒരു 1 കിലോ വരെ നമുക്ക് ചേർക്കാം. അതിൻ്റെ കൂടുതൽ ഹ്യൂമിക്ക് ഇപ്പോൾ നമുക്ക് ഗോൾഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ സെൻസർ എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു കോസ്റ്റ് വൈസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കോമ്പിനേഷനാണ് ഫോസ്മാജിക് 1/2 കിലോ, പൊട്ടാസ്യം സോണേറ്റ് ഒരു 1 കിലോ. അതിൻ്റെ കൂട്ടത്തിലും ഹ്യൂമിക്ക് അല്ലെങ്കിൽ ബാബു കൂടെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് 13-40-13 ഒരു 1 കിലോ. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടാസ്യം സോണേറ്റ് ഒരു 1/2 കിലോ. അതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹ്യൂമിക്കോ വാമോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രോത്ത് പ്രൊമോട്ടറോട് ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞൊരു 3 കോമ്പിനേഷൻസ് മാത്രമാണ്. ഒരുപാട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് മാത്രം ചെയ്യുക.
പിന്നെ തോട്ടങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ഇടവിട്ടുള്ള തട്ടം മറിച്ചിൽ. ഇപ്പോൾ റൈസറ്റോണി ആയാലും പിത്തി ആയാലും ഇപ്പം നമ്മളൊരു ഏക്കറിൽ 500 ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5-10 ചെടിക്ക് അല്ലെങ്കിൽ 20 ചെടികൾ വരെ നമുക്ക് തട്ടം മറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പോട്ട് ആപ്ലിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏക്കറേജ് കൂടുന്നതനുസരിച്ച് ഈ സ്പോട്ട് ആപ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പം ഹൈഡ്രേറ്റഡ് ലൈം ഒരു 3 കിലോ, സിലിയേറ്റഡ് കോപ്പർ ഒരു 1/2 കിലോ, അതിൻ്റെ കൂടെ COC ഒരു 1/2 കിലോയുടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടിയുടെ ചുറ്റും അതിൻ്റെ അകത്തും പുറത്തുമായിട്ട് നമ്മളൊന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ചെടിക്ക് മാത്രം തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന വരുന്ന കൂട്ടത്തിൽ വരുമ്പോഴത്തേക്ക് നനച്ചു കൊടുക്കുമ്പോൾ ഒരു ഡ്രഞ്ചിങ് ആയിട്ട് ഇത് പതിയെ ചെടിയിലേക്ക് എത്തിക്കോളും. അപ്പോൾ നമുക്ക് വളരെ ഈസിലി ആയിട്ട് ഒരു ഈസി മെത്തേഡാണിത്. നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ തട്ടമറിച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഏപ്രിൽ മാസം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളാണ് കീടനിയന്ത്രണം. ഇപ്പോൾ നമുക്കറിയാം തണ്ടുതോരപ്പൻ, ചൊറിയ, ഊരന്, വലകിട്ടി, അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ തോട്ടങ്ങളിൽ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പോലും എല്ലാ തോട്ടങ്ങളിലും ഉണ്ട്. അപ്പം ഇതിന് ഏത് മരുന്ന് അടിക്കുന്നു എന്നുള്ളതല്ല പ്രധാനമായിട്ടുള്ള കാര്യം, എപ്പോൾ അടിക്കുന്നുള്ളതെന്നാണ്. അതായത് കൃത്യമായ ഇടവേളകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ കുറവാണ്. ഇപ്പം 25 ദിവസങ്ങളിൽ ഇതിൻ്റെ മച്ചുറേഷൻ പീരീഡ് ആകുന്ന സമയത്ത് ഇപ്പം 14-15 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ മുഴുവൻ കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മരുന്നുകൾ ചെന്നെങ്കിൽ മാത്രമേ ഇതിനൊരു നിയന്ത്രണം ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 20 ദിവസം കൂടുമ്പോൾ തന്നെ മരുന്നുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ട്രിപ്സ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, മറ്റൊരു മെത്തേഡാണ് ഒരു മിഡ് സ്പ്രേ കൊടുക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് അറിയാം പല തോട്ടങ്ങളിലും ചൊറി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചൊറി കൂടുതലുള്ള ഒരു തോട്ടത്തിൽ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ട്രിപ്സിലുള്ള നല്ലൊരു മരുന്നടിക്കുക. അതിനുശേഷം 10 ദിവസം ഗ്യാപ്പിട്ടിട്ട് ശരത്തിന് മാത്രം ഒരു മരുന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോ കോസ്റ്റിലുള്ള മരുന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അസറ്റാമപ്രൈഡോ അല്ലെങ്കിൽ ഡൈനോറ്റിഫ്യൂറാൻ, മിഡ അതുപോലുള്ള ഏതെങ്കിലും ഒരു കെമിക്കൽസ് ശരത്തിന് മാത്രം കൊടുക്കുക. ഇപ്പം നമുക്കൊരു ശരത്തിന് മാത്രം കൊടുക്കുന്നതിൻ്റെ അകത്തൊരു ലേബർ കോസ്റ്റ് കൂടുതലാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലൈറ്റായിട്ടൊരു ഫോളിയാർ, ഇപ്പം ഏതെങ്കിലും ഒരു ഓൾ 19 അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലേബർ കോസ്റ്റ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചെടിക്കൊരു ഒരു എന്താ പറയുന്ന ഒരു ഗുണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ചൊറി മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു മിഡ് സ്പ്രേ നമുക്കിപ്പോൾ ഒരു 2 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ സാധിക്കും, ചൊറി നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ നമ്മൾ ഏതൊക്കെ കെമിക്കൽസ് അടിക്കുന്നതിനേക്കാളുപരി ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ട്രിപ്സിൽ നിന്ന് കൺട്രോൾ നമുക്ക് ലഭിക്കുക ചെയ്യും, പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഏപ്രിൽ മാസം ചെയ്യേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും നിയന്ത്രണ മാർഗ്ഗങ്ങളും ചിലത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫീൽഡ് കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ പ്രാവശ്യം ഈ മാസങ്ങളിൽ അടിക്കാൻ പറ്റിയ കുറച്ച് കീടനാശിനിയെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇതുപോലെ ഏലം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് മുൻപോട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്